ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേ അബിയുടെ കാര്യം അവിടെ അജയനും ജയനും നയനയും ആദർശം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ ഈ കാണിച്ചതിൻ്റെ ആ ഒരു ഭാരം ഇനി നമ്മൾ ചുമക്കേണ്ടി വരുമല്ലോ എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു. ഇതേ സമയത്ത് അവിടെ ജലജയ്ക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയാൻ വഴിയില്ലെന്നുള്ള കാര്യം നയന പറയുക കേട്ടോ. അപ്പോൾ അതിന് വഴി ഉണ്ടാക്കുകയാണ് രണ്ടുപേരും കൂടി. ചില നേരത്തെ അമ്മയുടെ മോൻ്റെ ഈ സംസാരം കേട്ടാൽ ഇതൊക്കെ വിളിച്ചു പറയാൻ ആർക്കാണെങ്കിലും തോന്നത്തില്ലേ എന്ന് അജയൻ ചോദിക്കുക കേട്ടോ. തൽക്കാലം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, അറിയേണ്ടവരൊക്കെ സത്യം എന്തായാലും അറിഞ്ഞല്ലോ, അത് മതിയെന്ന് ജയൻ. ഇനിയിപ്പോൾ നിങ്ങൾ ചന്തുമോളുടെ അച്ഛനും അമ്മയും ആയതുപോലെ ഞങ്ങൾ ആ കുഞ്ഞിൻ്റെ മുത്തശ്ശന്മാരായിക്കോളാം. പിന്നെ ആ കുഞ്ഞ് ജലജയെ പോലെ വളരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിക്കോളാം. അവളെ ദത്തെടുത്തതായതുകൊണ്ട് അവൾക്ക് അമിത വാത്സല്യം ഞങ്ങളെക്കാളും കൊടുത്ത അച്ഛനും അമ്മയും. അവിടെയാണ് പിഴച്ചു പോയതെന്നും ചന്തുമോളുടെ കാര്യത്തിൽ അതൊരിക്കലും പാടില്ല എന്നും പറയുവാണ്. തെറ്റും ശരിയും മനസ്സിലാക്കി തന്നെ മോളെ വളർത്തിയെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ഇവളെ ഏൽപ്പിച്ചിരിക്കുകയാണ് അച്ഛാ. ദേ ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ചന്തുമോളെ കണ്ടിട്ടേ നിങ്ങൾക്കൊരു കുഞ്ഞു വേണ്ട എന്നൊന്നും വെച്ചേക്കരുത് കേട്ടോ. എത്രയും പെട്ടെന്ന് മോളൊരു അമ്മയാകണമെന്ന് അജയൻ നയനയോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പം രണ്ടുപേരുടെ ചിരിച്ചുകൊണ്ടിങ്ങനെ ശരിയും പറഞ്ഞ് അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞത് കേട്ടല്ലോ, ഇപ്പോൾ കാണുന്ന ഡോക്ടറെ ഒന്ന് മാറ്റി പിടിക്കാൻ സമയമായി എന്ന കാര്യം പറയുവാണ് നമ്മുടെ ജയൻ. അതും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പം ദേ ഈ സംഭവം അറിഞ്ഞ അന്ന് മുതൽ നമ്മുടെ അനി പറയുന്നുണ്ട് ഏട്ടൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന്. അവൻ ഇതുവരെ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പം അവൻ അതിനൊന്നുമുള്ള സമയമില്ലല്ലോ, അവൻ നന്ദുവിൻ്റെ പിന്നാലെ പായുകയല്ലേ ഇപ്പോഴും എന്ന് നയന പറഞ്ഞ് തീർന്നില്ല നമ്മുടെ അനിയെ കാണിക്കുന്നത്. അനി ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കാം. കിട്ടുന്നില്ലടാ, ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അങ്ങോട്ട് പോകാനോ? എന്താ അവിടെ വരെ ഒന്ന് പോയാലോ? എന്താ കുഴപ്പം? പിന്നെ അവളുടെ സ്വഭാവത്തിന് നമുക്ക് ഇടിച്ചു കയറി ചെല്ലേണ്ടതാ. എടാ ഞാൻ അകത്താവട്ടെ, അപ്പോൾ അവൾ ചെയ്യുന്ന തെറ്റാണെന്ന് അവൾക്ക് തോന്നത്തില്ലേ എന്ന് ചോദിക്കുമ്പം എടാ അവൾക്ക് അവിടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഈ കൂട്ടുകാർ. എന്ത് ബുദ്ധിമുട്ട്? എടാ നിനക്കൊക്കെ എന്നോട് പറഞ്ഞൂടെ? അപ്പം നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടുന്ന് കാര്യം പൊട്ടിച്ച് അങ്ങോട്ട് ഓടത്തില്ലേ എന്ന് കൂട്ടുകാർ ചോദിക്കുക അനിയോട്. എന്താണ് അവിടെ പ്രശ്നം? അവളുടെ ട്രെയിനർ അവളായിട്ട് കഷ്ടപ്പെടുത്തുകയാണെന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം കൂട്ടുകാരിങ്ങനെ പറയുവാണേ. അപ്പോൾ അയാളെ ഇരട്ടടി അടിക്കേണ്ടി വരുമെന്ന് ചോദിക്കുമ്പം എടാ അതിനെപ്പറ്റി നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാൾക്ക് അടി കൊടുക്കണമെങ്കിൽ അത് അവൾ തന്നെ കൊടുത്തോളൂ എന്ന് കൂട്ടുകാരിരുന്നിങ്ങനെ അനിയോട് പറയുന്നു. അപ്പോൾ എടാ അവളുമായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാലേ അതെനിക്കൊരു മനസ്സമാധാനമാടാ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ഞങ്ങളുടെ ജ്വല്ലറിയുടെ 3 ബ്രാഞ്ചാണ് നോക്കുന്നതെന്നും എവിടെയും കൃത്യമായിട്ടൊന്നും പോകാൻ പോലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പിന്നെ നല്ല മാനേജർമാരുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുകയാണെന്നൊക്കെ അനി പറഞ്ഞു. ആദർശേട്ടനും അതൊക്കെ നന്നായി മനസ്സിലാകുന്നുമുണ്ട്. പിന്നെ എന്നെക്കാളും വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ ആദർശേട്ടനുള്ളത്. അതുകൊണ്ട് ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശേട്ടൻ എന്താടാ പ്രശ്നം? എടാ അതൊന്നും നിങ്ങളോട് പറയാൻ പറ്റത്തില്ല എന്ന് അനി അന്നേരം പറഞ്ഞു. പിന്നെ അപ്പോൾ വീടിനകത്തും ബഹളമൊക്കെ ആണല്ലേ, നയനേച്ചിയും ആദർശേട്ടനും അമ്മയും തമ്മിൽ ഇപ്പോൾ വലിയ കൂട്ടൊക്കെയാണല്ലോ, പിന്നെന്താ പ്രശ്നമെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പം അതെല്ലാം ശരിയാടാ, പക്ഷെ കുടുംബത്തിനകത്ത് ഇപ്പം ചെറിയ പൊട്ടലും ചീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ പറ്റി വരുത്തിയാണല്ലോ നിന്റെ ഭാര്യയായിട്ട് അവിടെ കടിച്ചു തൂങ്ങുന്നതല്ലേ എന്നൊക്കെ കൂട്ടുകാർ അനിയോട് ചോദിക്കാം. അവളെ എത്രയും പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് അടിച്ചു കളഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ ജന്മത്ത് സമാധാനം കിട്ടത്തില്ല എൻ്റെ അനി, ഞാൻ പറഞ്ഞേക്കാം. അവൾക്ക് എന്തായാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റൂ. പക്ഷെ അവൾ പോകുമ്പോൾ നന്ദു പകരം എൻ്റെ ജീവിതത്തിലേക്ക് വന്നേ പറ്റൂ. അതിന് എൻ്റെ വാശിയാണ്, അതിനെന്ത് റിസ്ക്കും ഞാൻ എടുത്തിരിക്കുമെന്ന് തന്നെ അനി തറപ്പിച്ചു പറയുവാണേ. ഏതായാലും ഞാൻ എന്തായാലും അവളെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അനി ഫോൺ എടുത്ത് വീണ്ടും വിളിക്കുക. അവൾ ഫോൺ എടുക്കുന്നില്ല. എന്നെ അവിടെ എത്തിച്ചേ അടങ്ങൂ എന്നുള്ളൊരു വാശിയിലാണ് അവൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അനി ഇങ്ങനെ ഭയങ്കര കലിപ്പിൽ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നന്ദുവിൻ്റെ കയ്യിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കൂട്ടുകാരി. അപ്പോൾ അവൻ ചെയ്തതിനെ പറ്റിയും, അതായത് ആ കോച്ച് ചെയ്തതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറയുക. നിൻ്റെ കൈ ശരിക്കും പോയല്ലേ എന്നിങ്ങനെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല, അവൻ്റെ അഹങ്കാരം തീർന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ പറയണോ? അവൻ മാത്രമല്ല ആ ട്രെയിനർ ഒന്നാണ് ഇങ്ങോട്ട് വെളുത്തു പോയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ്. പക്ഷേ അയാളിപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് കാണും, നീയാണെന്ന് രാത്രി അയാളെ തല്ലിയതെന്നുള്ളതെന്ന് പറയുമ്പം അതിനുവേണ്ടി തന്നെയാണ് അയാൾ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചതെന്ന് എനിക്കറിയാവുന്ന നന്ദു പറഞ്ഞപ്പോൾ ഇനി നിന്നെ അയാളൊന്ന് ഭയക്കും എന്ന് പറഞ്ഞപ്പോൾ അതിലുപരി അയാളെ തല്ലിയത് ഞാനാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാലേ അയാൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്ന് നന്ദു പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, ഇനി എന്നെ പുറത്താക്കിയാൽ അന്ന് കൊടുത്തതിൻ്റെ ബാക്കി കൂടി കൊടുത്തിട്ടേ ഞാൻ പോവത്തുള്ളൂ എന്ന് നന്ദു പറയുക കേട്ടോ.
എടി നിന്റെ ചേച്ചിമാർ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് അനന്തപുരി തറവാട്ടിലേക്കല്ലേ? അവർ വിചാരിച്ച ഈ ട്രെയിനറുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലേ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പം വെറുതെ എന്തിനാടി അവരെയൊക്കെ ഇതിലേക്ക് നമ്മൾ വലിച്ചഴക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പരമാവധി ആരെയും ശല്യം ചെയ്യാതെ ജീവിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കൈയൊക്കെ തിരുമിക്കൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദേവയാനി കൊച്ചിന് ഫുഡ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു. നയനി ഇതൊക്കെ കണ്ട് തൊട്ടരികിലിരിക്കുന്നു. ആ ദർശൻ തൊട്ടരികിലിരിപ്പുണ്ട്. മുത്തശ്ശി തെറ്റിദ്ധാരണ മൂലം മോളെ കുറച്ച് ദിവസം മാറ്റി നിർത്തിയേക്കുമല്ലായിരുന്നോ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ അവിടെ ഇരുന്ന് പറയുമ്പോൾ അകറ്റി നിർത്തിയ കാര്യമൊന്നും അമ്മ പറയണ്ട. അപ്പോഴും അമ്മയ്ക്ക് മോളോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, ശരിയല്ലേ എന്ന് നാനു ചോദിച്ചു. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? പുറമേ സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും മോൾ അടുത്തോട്ടൊക്കെ വരുമ്പോഴേ വലിയ വിഷമത്തോടെയാ ഞാൻ ദേഷ്യമൊക്കെ കാണിച്ചിരുന്നതെന്ന കാര്യം പറയുക കേട്ടോ ദേവയാനി. അപ്പോഴാണ് ജലജത്തമ്പുരാട്ടി അതിൽ ഇറങ്ങി വരുന്നതും ഈ കാഴ്ച കാണുന്നതും. ഇത് കണ്ടപ്പോൾ ജലജയ്ക്ക് സഹിക്കുന്നില്ല. ജലജ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവർ 3 പേരും കൂടെ കൊച്ചിനെ പരിചരിക്കുന്നതേ. അങ്ങനെ കൊച്ചു കഴിച്ചോണ്ടിരുന്നത് മതിയെന്ന് പറയുമ്പം അയ്യോ അങ്ങനെ പറയാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു പാടില്ല എന്ന്? മോൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അല്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പോൾ ജലജ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. അമ്മായിമ്മയ്ക്ക് മരുമകളോട് ദേഷ്യമാണ്. എന്നിട്ടും ആ വലിഞ്ഞു കയറി വന്നവൾക്ക് എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഭക്ഷണം കൊടുക്കുന്നത് നോക്കിക്കേ എന്ന് ജലജ അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ പറയണം. ഇത്തരം കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വീടിനകത്ത് എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ പോവുകയാണേ. അപ്പം ഇതെല്ലാം മോള് കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ദേവയാനി കൊച്ചിനോട്. മോൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ പലഹാരങ്ങളാണ് ഇതെല്ലാമെന്നും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ കൊച്ചിനെ വായിൽ വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്കും ജലജ ഓടി മുകളിലോട്ട് അബി അതിലേക്ക് അതിലെ വരിക. അപ്പോൾ എടാ നിന്റെ ഭാര്യയെ ചൂട് പിടിപ്പിക്കാനുള്ള ഒരു അവസരം പോലും പാഴാക്കി കളയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ദേ നോക്ക് അവിടെ ഇപ്പോൾ ഒരു പുതിയ മുത്തശ്ശിയെ അവളെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതാരാ പുതിയ മുത്തശ്ശി? അയ്യോ കുറച്ച് മുൻപ് വരെ സ്വന്തം മോൻ്റെ വഴിവിട്ട ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ വെറുത്തുകൊണ്ടിരുന്നവളാണ് ഇവിടെയുള്ള ഒരവള്, എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവള്. അപ്പോൾ അബി ഇങ്ങനെ നോക്കുക. അവളിപ്പോഴേ മകനും മരുമകൾക്കും ഒപ്പം ആ കൊച്ചിനെ ലാളിച്ചുകൊണ്ടിരിക്കുക. നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അബി അന്നേരം ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. നേരത്തെ അവർ പുറത്ത് പോയിട്ട് വന്നപ്പോഴേ എന്തൊക്കെ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കണ്ടായിരുന്നു. അല്ല നിന്റെ കുഞ്ഞിനെ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുവരാൻ അവർക്ക് തോന്നിയോ? അപ്പോൾ അമ്മായിക്ക് എന്താ ഇങ്ങനൊരു മാറ്റം ഉണ്ടാകാൻ കാരണമെന്ന് അബി ചോദിക്കുമ്പോൾ അവർക്ക് മാറ്റം ഉണ്ടാകാൻ ഇപ്പോൾ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ അബി? അവളിപ്പോൾ അവളുടെ മരുമോളുമായിട്ട് പോലും അടുപ്പ് ഉണ്ടോയെന്ന് ഞങ്ങൾക്കൊക്കെ സംശയമുണ്ടെന്ന് ഈ ജലജ പറയുക കേട്ടോ. ചില നേരത്ത് അവളുടെ സംസാരമൊക്കെ ആ രീതിയിലാണെന്നൊക്കെ ജലജ പറയുമ്പോൾ അത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ളതാമേ. എങ്കിലും അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് അവി പറയുക. അവളുടെ കരള് കേടായപ്പോഴേ കരള് കൊടുത്ത് സഹായിച്ച അവളുടെ പിന്നാലെയായിരുന്നു അവള്. ഇപ്പോൾ അങ്ങനെ ഒരുത്തെക്കുറിച്ച് മിണ്ടാർ പോലും ഇല്ല അവളെന്ന് ജലജ പറയുമ്പം അമ്മായിക്ക് കരള് കൊടുത്തത് തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്ത ഏതോ ഒരുത്തിയാണെന്നും അല്ലെങ്കിൽ കിട്ടിയ സന്ദർഭം അവർക്ക് മുതലാക്കി കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുക. കോടികൾ അവർക്ക് കൊടുക്കാമെന്ന് അമ്മായി പറഞ്ഞതല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുമ്പോൾ എടാ അവർക്ക് അങ്ങനെ തോന്നാതിരുന്നതേ നമ്മളോട് മഹാഭാഗ്യം. അല്ലെങ്കിൽ അനന്തപുരി തറവാട്ടിലെ കുറേ സമ്പത്തുണ്ടല്ലോ അവൾക്ക് അവളുടെ കുടുംബത്തിനും പോയേനെ നിനക്കറിയാവോ എന്ന് ചോദിച്ചു. പിന്നെ ദേ നീ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ചെയ്യടാ, നവ്യെ കൊണ്ടുവന്ന് ആ രംഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, അവളങ്ങ് തിളക്കട്ടെ എന്നും പറഞ്ഞ് ജലജ അബിയെ പിരികേറ്റി വിടുക. ഇപ്പം നവ്യയ്ക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണല്ലോ, എങ്കിലും ഞാൻ ഓരോന്ന് പറയുമ്പോഴേ പൂർണ്ണമായ അർത്ഥത്തിൽ അവൾ ഉൾക്കൊള്ളുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് ജലജ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അവളെ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി നീ പറഞ്ഞു വിടാനൊക്കെ പറയുക. എങ്കിലേ അടുത്ത വർഷത്തെ തൃശ്ശൂർ പൂരവേ ഇവിടെ നടത്താൻ നമുക്ക് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ മോനെ ചൂട് പിടിപ്പിക്കുമ്പോൾ ശരിയമ്മേ ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞ് അഭി അവിടെ നിന്ന് അങ്ങ് പോയി. ഈ കുടുംബത്തിൽ സമാധാനം മുഴുവൻ ഞാൻ കളയുമെന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നവ്യ കുഞ്ഞിനെ കൊഞ്ചിച്ച് റൂമിലിരിക്കുമ്പോഴാണ് അഭി റൂമിലേക്ക് കയറി ചെല്ലുന്നത്. അതെ നീ ഇങ്ങനെ തൊട്ടിൽ കാട്ടി ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു അഭി. അപ്പോൾ താഴോട്ടൊന്ന് ചെല്ലാനും പറഞ്ഞു. അവിടെയുള്ളവർ എവിടെയോ കിടന്നൊരു കൊച്ചിനെടുത്ത് താലോലിക്കുന്നത് നിനക്ക് കാണാമെന്ന് അഭി പറയുമ്പം അതെന്തിനാ ഞാൻ കാണുന്നതെന്ന് ചോദിച്ചു നവ്യ. നീ കാണണം, നീ കണ്ടേ പറ്റൂ. ഇന്നലെ വരെ നമുക്കൊപ്പം നിന്ന ഒരാൾ ഇപ്പോൾ അവളെ പുതുതായിട്ട് സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതാരാന്ന് ചോദിച്ചു. ആരാണെന്ന് നോക്കിയാൽ നീ ചെന്ന് നോക്ക് നവ്യേ, എന്താ നിനക്കതങ്ങ് പറഞ്ഞുകൂടെ എന്ന് നേരം നവ്യ തിരിച്ചു ചോദിച്ചു. എടി എൻ്റെ മൂത്ത അമ്മായി ഇപ്പം സ്വന്തം മോളെ കൊഞ്ചിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കെന്താ പറ്റിയതെന്ന് ചോദിച്ചു. എനിക്കെങ്ങും അറിയത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ ചന്തുമോളെന്ന് പറയുന്നതേ അവരുടെ മോൻ്റെ കുഞ്ഞു തന്നെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ സ്വന്തം കൊച്ചുമോളല്ലേ. ഇപ്പോഴായിരിക്കും മുത്തശ്ശിയുടെ വാത്സല്യം അവർക്ക് തോന്നി തുടങ്ങിയതെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഇതിലിങ്ങനെ പറയാം. ഇങ്ങനെ പോയാൽ നമ്മുടെ മോൻ ഇവിടെ ഒരു സ്ഥാനവും കിട്ടില്ലല്ലോ അഭി, അത് ഉറപ്പുള്ള കാര്യമല്ലേ. ദേ നിന്റെ അനിയത്തെ പോലും നമ്മുടെ കുഞ്ഞിനെയല്ല ഈ പറയുന്ന ചന്തുമോളെയാണ് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്, ശരിയല്ലേ?
അമ്മായിയും ആദർശമൊക്കെ സ്നേഹിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും. പക്ഷെ നിന്റെ അനിയത്തിക്ക് ഇത് എന്താ പറ്റിയതെന്നൊക്കെ നവ്യയോട് അഭി ചോദിക്കുകയാണ്. എടി, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞ് ഇപ്പം അവരുടെ ഏട്ടനെ കളഞ്ഞിട്ട് പോകേണ്ട സമയം വരെ കഴിഞ്ഞതാണ്. നീയാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അത് കേട്ടപ്പം അവൾക്ക് എന്താ പറ്റിയതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ നവ്യോട്, അതിന് മനസ്സിലാക്കാനൊന്നും നീ നിൽക്കണ്ട, ആദ്യം നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം സേഫ് ആക്കാൻ നോക്കാനായിട്ട് ഈ അഭി നവ്യോട് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് വെറുതെ ഉള്ളൊരു കാര്യമൊന്നുമല്ല, അവിടെ ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മമ്മയും നിൻ്റെ അനിയത്തെയും കൂടെ ചേർന്ന് അതിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് പോകുമ്പോൾ ഇവനിങ്ങനെ കുറുക്കൻ്റെ മുഖവും പിടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അതേ സമയത്ത് നവ്യ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇവരെല്ലാവരും കൂടെ കുഞ്ഞിനെ കളിപ്പിക്കുന്നത് കാണുന്നത്. നവ്യ ഇറങ്ങി വന്നത് ഇവർ കണ്ടു. ഇവരന്നേരം ഇങ്ങനെ നവ്യെ നോക്കുക കേട്ടോ. നവ്യ ആണെങ്കിലോ അത് മുഴുവനും കൂടി എടുത്ത് എറിയാനുള്ള കലിപ്പിലായി ഇറങ്ങി വരുന്നത്. അങ്ങനെ വന്ന് ഇങ്ങനെ ഇവരെ തുറിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ജനിക്കുന്നെങ്കിലേ ഈ കൊച്ചിനെ പോലെ ജനിക്കണം, എത്ര പേരാ ഇവളെ സന്തോഷിപ്പിക്കാനെന്ന് നവ്യ ഇറങ്ങി വന്നിങ്ങനെ ഇവരോടെല്ലാവരോടും പറയുന്നു. ആ സമയത്ത് ആ കൊച്ചു വിഷമത്തോടെ ഇങ്ങനെ നോക്കുവാണ് ഇവരെല്ലാവരെയും. അപ്പോൾ ദേവയാനി എഴുന്നേറ്റിട്ട് എൻ്റെ കൊച്ചുമോളാ, പിന്നെ എനിക്ക് സന്തോഷിപ്പിക്കണ്ടേന്ന് ചോദിച്ചു ദേവയാനി. ഇന്നലെ വരെ അമ്മായിക്ക് ഇവളോട് വെറുപ്പായിരുന്നല്ലോ, അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ അധികം നേരം ആർക്കും വെറുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ദേവയാനി. അന്നേരം ഈ കുടുംബത്തിലെ ഒരു കൊച്ചുമോൻ ജനിച്ചിട്ടുണ്ട്, അതിനൊരു പരിഗണനയും കിട്ടുന്നില്ല എന്ന് നവ്യ ഇരുന്ന് പറയുന്നു. നയന അന്നേരം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക. ചില നേരത്തെ എനിക്ക് തോന്നാറുണ്ട് കുഞ്ഞുമായിട്ട് അങ്ങ് വീട്ടിലേക്ക് വരെ പോയാലോ എന്ന്. അപ്പം ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് നയന അന്നേരം നവ്യോട് ചോദിച്ചു. അപ്പോൾ നല്ല രീതിയിലൊന്നും നവ്യ മാറി വന്നതായിരുന്നു എന്നും വീണ്ടും നിന്നെ ജലജിയും അഭയം കൂടെ ചേർന്ന് തിളപ്പിക്കുന്നുണ്ടല്ലേ എന്ന് ദേവയാനി ചോദിക്കുമ്പോൾ എന്നെ ആരും തിളപ്പിക്കുന്നൊന്നുമില്ല, ഇവിടുത്തെ രീതികളോടെ എനിക്ക് എതിർപ്പാണെന്ന് നവ്യ അന്നേരം അവിടെ നിന്നിങ്ങനെ പറയുവാണ്. അഭി പറഞ്ഞതുപോലെ പറഞ്ഞു വിട്ടേക്കണതേ, പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളാണിപ്പോൾ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് നവ്യ നയനയെ ചൂണ്ടി പറയുമ്പം എൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അഭിയെ പൊക്കി പറയുന്നത് ഇപ്പം നവ്യയുടെ ഒരു ശീലമായിരിക്കുകയാണെന്നും അവൻ്റെ സ്വഭാവം മാറ്റി അവനെ നല്ലൊരു ഭർത്താവും അച്ഛനും ആക്കി എടുക്കുകയാണ് വേണ്ടതെന്ന് ആദർശ നേരം നവ്യയോട് പറഞ്ഞു. അല്ലാതെ മറ്റുള്ളവരെ വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പം ആദർശേട്ടനോടെ എനിക്കൊന്നും പറയാനില്ല. ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റും, പക്ഷെ ചില തെറ്റുകളെ അത് തിരുത്താൻ പറ്റത്തില്ല എന്ന് നവ്യ. പിന്നെ ഇപ്പോൾ കോമ സ്റ്റേജിലൊരു പെൺകുട്ടി കിടക്കുന്നുണ്ടല്ലോ, അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും അവൾ സുഖം പ്രാപിച്ചു വരലേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്നൊക്കെയുള്ള കാര്യം നവ്യ പറയാം. അപ്പം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അങ്ങനെ വരില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും പക്ഷെ വന്നു കഴിഞ്ഞാൽ നയന ഈ വീട്ടിൽ അധികപ്പറ്റാകുമെന്നും ആ സമയത്ത് ചന്തമോളുടെ അമ്മയ്ക്കായിരിക്കുമല്ലോ ഇവിടെ പ്രാധാന്യം കൂടുതലെന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുമ്പോൾ ദേ നവ്യെ, നീ അതിലേക്കൊന്നും കടന്ന് ചിന്തിക്കണ്ട കേട്ടോ. പിന്നെ എൻ്റെ മോൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും നയനമോൾ ഒരിക്കലും പോവില്ല എന്നും അതെൻ്റെ വെറും വാക്കല്ല എന്നും ദേവയാനി പറയുക. മോളെ ഞാനേ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവയാനിയോട് ആയിക്കോട്ടെ, പറയുന്നതല്ല അതേപടി നിലനിന്നാ കൊള്ളാവെന്ന് നവ്യ. എന്നാൽ പിന്നെ ഇരുന്നങ്ങ് കളിപ്പിക്കുക, ഞാനായിട്ടൊന്നിനും തടസ്സം നിൽക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ദേവയാനിയോട് വലിയ ഇതായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി. ദേവയാനി ഒരു വാക്കിന് പോലും വിട്ടുകൊടുത്തില്ല കേട്ടോ. ശരിക്കും നവ്യക്കിട്ട് നാലെണ്ണം പറയുകയും കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും അത്രയും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് ആദർശ് അവൾ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ സത്യം അറിയാതെയാണ്. അപ്പോൾ അമ്മയായിട്ട് സത്യം മനസ്സിലാക്കി കൊടുക്കാനൊന്നും ശ്രമിക്കണ്ട എന്ന് ആദർശ് അന്നേരം പറയാം. എന്നെ അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അപ്പോഴും അവൾക്ക് മനസ്സമാധാനം കിട്ടണമെന്നാണ് ഞാൻ ഇവളൊക്കെ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ആദർശ. അതെ, അതുകൊണ്ടാണ് അന്ന് ചേച്ചിയെ വിളിച്ചുകൊണ്ട് വന്ന ദിവസം സത്യങ്ങൾ എല്ലാവരോടും പറയാൻ പോയ ആദർശേട്ടനെ ഞാനും മുത്തശ്ശനും കൂടി തടഞ്ഞതെന്നുള്ള കാര്യം നയന ഇങ്ങനെ അവിടെ വെച്ച് പറഞ്ഞു. ഞങ്ങൾ 3 മക്കളിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തതേ ചേച്ചിക്ക് മാത്രമാണെന്ന കാര്യവും അഭി വലിയൊരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞാൽ പിന്നെ ആര് പറയുന്നതും ചേച്ചി കേൾക്കില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നയന ഇങ്ങനെ പറയുവാണേ. അതുതന്നെയാണ് ഇപ്പോഴും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആദർശേട്ടൻ അഭിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ആദർശേട്ടനോട് ഇപ്പോൾ ഭയങ്കര വെറുപ്പാണ് ചേച്ചിക്ക്. അത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നയന ദേവയാനിയോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഇവർ 3 പേരും കൂടെ അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്ന കനകത്തിനെ. അപ്പോൾ കനകത്തിൻ്റെ ഫോണിലേക്ക് നവ്യ വിളിക്കുക. ആ നവ്യ മോളേന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ എനിക്ക് വയ്യ അമ്മേ, അമ്മയുടെ 2ാമത്തെ മോൾക്ക് വട്ടായോ എന്ന് എൻ്റെ സംശയം എന്ന് ഈ നവ്യ പറയുമ്പം അല്ല എന്താ പറ്റിയത് മോളെ, എന്താ കാര്യം പറയാൻ പറഞ്ഞു. ആ ചന്തമോളെ കൊഞ്ചിക്കാനേ ഉള്ളൂ ഇവിടെ എല്ലാവർക്കും സമയം, അവളും അവളുടെ അമ്മായിയും ഒക്കെ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇടയ്ക്ക് അവരുടെ അമ്മായിയമ്മയ്ക്ക് ആ കൊച്ചിനോട് ഒരു വെറുപ്പും കാര്യങ്ങളൊക്കെ വന്നതാ. കണ്ടാലേ മിണ്ടത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പം മോളെ നീ അതൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് കനകം പറഞ്ഞു കൊടുത്തു. അപ്പൊ എത്രയെന്ന് വെച്ചാമേ ശ്രദ്ധിക്കാതിരിക്കുന്നേ? ഇവിടെ പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ കൊച്ചെന്താ പുറമ്പോക്കാണോന്ന്. അങ്ങനെ ചോദിക്കുന്നത് അബിയുടെ അമ്മയും ജാനകിയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം കനകം പറഞ്ഞു കൊടുക്കും കേട്ടോ. അവർ കുടുംബകലഹം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നീ അത് മനസ്സിലാക്കാൻ അമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ പരമാവധി കുടുംബകലഹം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ. പക്ഷെ കാഴ്ചക്കാർക്ക് ഇതൊന്നും കണ്ടാലേ ദഹിക്കത്തില്ലല്ലോ. അതുപോലെയാണ് തേനെ പാലേ എന്നും പറഞ്ഞ് ആ കൊച്ചിനെ എല്ലാവരും കൊഞ്ചിച്ചുകൊണ്ട് നടക്കുന്നത്. അമ്മയ്ക്കറിയാവോ, നയന പോലും അങ്ങനെ എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാറ് പോലും ഇല്ല എന്നൊക്കെ നവ്യ പറയുക. അമ്മ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അവളെ ഒന്ന് പറഞ്ഞ് തിരുത്താൻ നോക്കണമെന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ അമ്മയെ വിളിച്ചതെന്ന് പറഞ്ഞു. ആ ശരി മോളെ, ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ കയറി വന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നയനമോള് കുഞ്ഞിനെ എടുക്കുന്നില്ലെന്ന് പരാതിയാണ് നവ്യയ്ക്കുന്ന കനകം പറയുമ്പോൾ അവളുടെ കുഞ്ഞ് കൊച്ചു കുഞ്ഞല്ലേ, അതിന് ഈ സമയത്ത് കൂടുതൽ നോക്കേണ്ടത് അതിൻ്റെ അമ്മ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. എന്നാലും അവൾ പറയുന്നതിലും കാര്യമുണ്ട് ഗോവിന്ദേട്ടാന്ന് കനക ഇങ്ങനെ ഗോവിന്ദേട്ടനോട് പറയാം. ദേ നയനയും നയനയുടെ അമ്മയും ആദർശിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഈ ചന്തു എന്ന് പറയുന്ന പെങ്കൊച്ചിനെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നയനെ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ആ കുഞ്ഞ് ആ വീട്ടിലെ കുഞ്ഞ് തന്നെ അല്ലേന്ന് ചോദിച്ചു. പിന്നെ ആദർശിൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ ആദർശിൻ്റെ അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ എന്നും ചോദിച്ചു. പക്ഷെ ആദർശിൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് വെച്ച് ആ കുഞ്ഞിനോട് വെറുപ്പായിരുന്നില്ലേ? ഇപ്പം അതൊക്കെ മാറിയെന്നാണല്ലോ പറയുന്നത്. സ്വന്തം കൊച്ചുമോളെ എത്രയെന്ന് വെച്ച് അവർ വെറുക്കുന്നത് കനകെ? നമുക്ക് നമ്മളുടെ മക്കളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാവാറില്ലേ? എന്ന് വെച്ച് അത് നീണ്ടു നിൽക്കാറൊന്നുമില്ലല്ലോ. അത് രക്തബന്ധമാണ്. അത് കേട്ട് കനകം അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കിയത് എന്താണെന്നൊന്നും മനസ്സിലാവാതെ. പക്ഷേ ഇവിടെ ശരിക്കും കോമാളിയായത് നയനമോളാണ്. നയനമോളാണ് കനകെ. അന്യ പെൺകുട്ടിയുടെ കുഞ്ഞിനെ സ്വന്തം മകളായി സ്നേഹിക്കുക നമ്മുടെ മോളിപ്പോൾ. എന്നാലോ ആ കുഞ്ഞിൻ്റെ അമ്മ ഇപ്പോൾ ജീവനോടെ ഉണ്ട്. നാളെ അവളുടെ അസുഖമൊക്കെ മാറി തിരിച്ചു വന്നാൽ ആദർശിനെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോളുടെ ജീവിതം തുലാസിലായില്ലേ ഗോവിന്ദേട്ടാ എന്ന് കനകം ഇങ്ങനെ ഗോവിന്ദേട്ടനോട് ചോദിക്കുമ്പം അതാ എൻ്റെയും പ്രയാസം എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അനാമിക കേട്ടോ. അനാമിക ഇങ്ങനെ പാത്തും പതുങ്ങി അതുവഴി വരിക. അങ്ങനെ പാത്തും പതുങ്ങിയും വരുമ്പോൾ നയന കൊച്ചിന് ഫുഡ് കൊടുക്കുന്നത് കാണും കേട്ടോ. ഇത് കണ്ടപ്പോൾ ഇവൾക്ക് തീരെ ദഹിക്കുന്നില്ല. അവളിരുത്തി ഊട്ടുകയാ വേറൊരുത്തിയുടെ കുഞ്ഞിനെ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇവരുടെ റൂമിലേക്ക് ചെന്ന് കയറുവാണ് ഈ അനാമിക. അപ്പം ഞാൻ അഴിഞ്ഞാടി നടക്കുന്നു എന്നാണല്ലോ നീ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നിട്ടിപ്പോൾ ഭർത്താവിൻ്റെ അഴിഞ്ഞാട്ടത്തിൽ ജനിച്ച കുഞ്ഞിനെ എത്ര സ്നേഹത്തോടെ നീ ഊട്ടുന്നത് എന്ന് വന്ന് ചോദിക്കേ അനാമിക. കൊച്ചെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഇവള് വിളമ്പി തരുന്നത് കഴിക്കാൻ കേട്ടോ എന്ന് ആ കൊച്ചിനോട് പറയുവാണേ. ചിലപ്പോൾ സ്നേഹം കാണിച്ച് മയക്കിയിട്ടേ നീ സ്ഥിരമായിട്ട് മയങ്ങാനുള്ള ഭക്ഷണമേ നിനക്ക് തന്നുവന്നിരിക്കും എന്ന് ഈ അനമയൊക്കെ പറയുമ്പം അതെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നിൻ്റെയും സ്വഭാവമാണ് അത് ഞാൻ വെളിപ്പെടുത്തണോടി എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ നയന ഇവളെ അവിടെ ഇട്ട് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വലിച്ച് കീറുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. ചുമ്മാ ഇരുന്ന് ചെന്ന് പണി മേടിച്ച് കേട്ടിരിക്കുകയാണ് ഇപ്പം അനാമിക. അപ്പോൾ നല്ലൊരു കഥയായിരുന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നന്ദി.